ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കുവാണ്. 2 ഷിഫ്റ്റ് ആയിട്ടാണ്, 2 ഘട്ടങ്ങളിലാണ് എക്സാം നടക്കുന്നവർ അറിയാമല്ലോ. അപ്പോൾ മെയ്യിൽ എനിക്ക് തോന്നുന്നു മെയ് 7, 8, 9 തീയതികളിൽ എക്സാം നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു എക്സാം പാറ്റേൺ വെച്ചിട്ട് ഇനി അവർ എക്സാമൊക്കെ ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ 13, 14, 16 തൊട്ട് 21 വരെയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ആ ഒരു സെഷൻ ഉണ്ടല്ലോ, അതായത് മെയിൽ കഴിഞ്ഞ ആ ഒരു എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏകദേശം കുഴപ്പമില്ലായിരുന്നു, മാത്സും റീസണിങ്ങും ഒക്കെ ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ GK എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ആണ്, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നോക്കുന്നു അത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും, അത്രേ ഉള്ളൂ. സോ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മാത്സിൽ ചോദിച്ചിട്ടുള്ള QAയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ, മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഒന്ന് ആവറേജ്. അപ്പം ഇനിയുള്ള എക്സാംസിന്, ജൂണിൽ ഉള്ള എക്സാംസിന് ഉള്ളവർ ഈ ഒരു ടോപ്പിക്കുകൾ നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകാം. ഒരുവിധം എല്ലാം എന്താ ഒരു പാറ്റേൺ തന്നെ ആണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആവറേജിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ മെൻസുറേഷനിൽ ജോമെട്രിയും കൂടെ ചേർത്തതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഓക്കെ, ജോമെട്രിക്കകത്തുള്ള നമ്മുടെ ഫിഗർ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വരുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സുകളാണ്. സോ അത് നല്ല വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും രണ്ടും ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ അനാലിസിസ് ആണ്. ഒരു ഷിഫ്റ്റിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യനും വന്നു എന്നല്ല, 7, 8, 9 തീയതികളിൽ നടന്ന ക്വസ്റ്റ്യൻസ് ഫുൾ ഒരു അനാലിസിസ് ആണ്. പിന്നെ നമുക്ക് വരുന്ന സ്പീഡ് ഡിസ്റ്റൻസ് ആണ്. സ്പീഡ് ഡിസ്റ്റൻസ് ടൈമിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ടൈം ആൻഡ് വർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് LCM ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന കുറേ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നല്ല രീതിയിൽ നോക്കിയിട്ട് പോവാം. സിംപ്ലിഫിക്കേഷനകത്ത് ബോർഡ് മാസും കൂടെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബോർഡ് മാസ് ആണല്ലോ സിംപ്ലിഫിക്കേഷനകത്ത് മെയിനായിട്ട് വരുന്ന ബോർഡ് മാസ് ആണ്. പിന്നെ നമ്പർ സിസ്റ്റം, നമ്മളെ ഡിവിസിബിലിറ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്പർ സിസ്റ്റത്തിനകത്ത് ഡിവിസിബിലിറ്റി റീജിയൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പെർസെൻറ്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ്. രണ്ടും നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഒരുവിധം ഒരു 20 എബോവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിലൊരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഒരു എബോവ് ആവറേജിൽ നിൽക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എബോവ് ആവറേജ് വിട്ടേക്കാം. ഓക്കെ, എബോവ് ആവറേജ് അങ്ങനെയുള്ള അത്രയും ഒരു ഇതുള്ള ടൈമും കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് 20+ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 20-25 റേഞ്ച് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്സിൽ. ഇനി വിട്ടുപോയിട്ടുള്ള ബോട്ടൺ സ്ട്രീം അങ്ങനെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ ട്രിഗണോമെട്രി നമുക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ ബേസിക്കിൽ നിന്നെല്ലാം തന്നെ ഒന്നും സ്കിപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക ഇനിയുള്ള ഷിഫ്റ്റിലുള്ളവർ. ദെൻ റീസണിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവലാണ്. ഓക്കെ, ഹാർഡ് അല്ല, ഈസി ആണ്, ഈസി ടു മോഡറേറ്റ് ആണ്. ഓർഡർ ആൻഡ് റാങ്കിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഓർഡർ ആൻഡ് റാങ്കിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറിയാമല്ലോ, മറ്റേ ഷിഫ്റ്റ് ചെയ്യുന്നതുണ്ട്, അല്ലാതെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഓർഡർ ആ റാങ്കിങ് അല്ലാതെ നമ്മൾ ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരുത്തുമല്ലോ, അതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്, മാർക്ക് പോകേണ്ട ഏരിയ ഒന്നും അല്ല. ഡയറക്ഷൻ, നമ്പർ സീരീസ് ഉണ്ട്. നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്പർ സീരീസ് ചില ഷിഫ്റ്റുകളിൽ നമ്പർ സീരീസ് 1-2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിലോജിസം അല്ലെങ്കിൽ വെൻ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട് കേട്ടോ. സിലോജിസം, വെൻ ഡയഗ്രാം. ഇപ്പം നിങ്ങൾ പറയും ഇതെല്ലാം ഉണ്ടെന്ന്, ഇതിപ്പം നമ്മുടെ സിലബസ് ഹോൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അങ്ങനെയല്ല, എന്താ പറയുക, പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. സിലോജിസം 2-3 ക്വസ്റ്റ്യൻസ് സിലോജിസം ആയിട്ടുണ്ട്. പിന്നെ റീസണിങ്ങിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇതാണ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിലുമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. കാരണം 2-3 ക്വസ്റ്റ്യൻസ് ഓരോ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 2-3 ക്വസ്റ്റ്യൻസ് ആണ്. സർക്കിൾ പാറ്റേൺ ആണ് കണ്ടിട്ടുള്ളത്, ലീനിയർ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ പസിൽ 7-8 ആൾക്കാർ വരുന്ന പസിൽ, അതായത് നമ്മൾ ഫ്ലോർ ബേസ്ഡ് പസിൽസ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. എന്താണ്, നമ്മൾ ഓരോ
ഫ്ലോറിൽ ഇരിക്കുന്നു, നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നു 1 to 7 അല്ലെങ്കിൽ 1 to 8 ഓരോ ഫ്ലോറിലാണ്. അവർ വേറെ ഏതെങ്കിലും ഡയറക്ഷൻ തരും, ആ ഡയറക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാണ് അവരങ്ങനെ ഒരുമിച്ച് വരത്തില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിലും. അത് രണ്ടും നല്ല വൃത്തിയായിട്ട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അവസാനം ടൈം ഉണ്ടെങ്കിൽ ചെയ്യുക. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഒറ്റ വട്ടം വായിക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അതുപോലെ ബ്ലഡ് റിലേഷൻ അതും കിട്ടും. 2-3 ക്വസ്റ്റ്യൻസ് ബ്ലഡ് റിലേഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻ നമുക്ക് കിട്ടും. ദെൻ ലെറ്റർ ബേസ്ഡ് അനലോജി, നമ്പർ ബേസ്ഡ് അനലോജി, അത് രണ്ടും നമുക്ക് അനലോജിക്കകത്ത് വരുന്നതാണ്. ദെൻ നമ്പർ ബേസ്ഡും ലെറ്റർ ബേസ്ഡും ആണ്. വേർഡ് ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് കിട്ടും. പിന്നെ കുറച്ച് സ്റ്റാറ്റിക് കാര്യങ്ങളൊക്കെ അറിയണം, അനലോജി അറിയണമെങ്കിൽ. അത് നോക്കിക്കേ 3 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ട്. ഒരു ഷിഫ്റ്റിലാണെന്ന് ഓർക്കണം. 3-4 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. അതിലൊന്നും മാർക്ക് കളയേണ്ട കാര്യമില്ല. അനലോജിയൊക്കെ കോഡിങ് ഡീകോഡിങ് ഒക്കെ വരുന്നതാണ്, അതിലെങ്ങും മാർക്ക് കളയരുത്. പിന്നെ പറയാനുള്ളത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. അറിയാമല്ലോ, ആൽഫ ന്യൂമറിക് സീരീസ് മാർക്ക് കളയാൻ ഒരു ചാൻസ് ഉണ്ടാവരുത്. നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുക, നോക്കിയെടുത്ത് എഴുതാനേ ആൽഫ ന്യൂമറിക് സീരീസ് വരും. അറിയാമല്ലോ, മറ്റേ കൺസണൻസും വവൽസും ലെറ്റേഴ്സും സിമ്പിൾസും ഒക്കെ തരും. അതിൽ കുറച്ച് ലെറ്റേഴ്സ് ഒമിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആയിരിക്കും, ലെഫ്റ്റിൽ നിന്ന് ഇത്ര പൊസിഷൻ, റൈറ്റിൽ നിന്ന് ഇത്ര പൊസിഷൻ വരുന്നതാണ് ആൽഫ ന്യൂമറിക് സീരീസ്. അത് എന്ത് ചെയ്യരുത്, മാർക്ക് കളഞ്ഞു പോകരുത്. ഓക്കെ അല്ലേ? സോ റീസണിങ്ങിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിലും അനലോജിയും നോക്കിയിട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ റീസണിങ്ങും മാത്സും നോക്കുവാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജി കെയിലെ കാര്യം നോക്കാം. ജി കെ 2 ഇതുണ്ടല്ലേ, സയൻസിനും വെയിറ്റേജ് കൂടുതലാണ്, ആൻഡ് നമ്മുടെ കറണ്ട് അഫയേഴ്സും നമ്മുടെ ഹിസ്റ്ററി പൊളിറ്റി എല്ലാം ഉണ്ട് അല്ലേ. അതിൽ ഹിസ്റ്ററി പൊളിറ്റി കാര്യങ്ങൾ പറയുവാണെങ്കിൽ വേൾഡ് വാർ ചോദ്യം വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ അമെൻമെൻറ്റ്, അതെല്ലാ കേസിലും അമെൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്ത് പറയുന്ന അമെൻമെൻറ്റ് 42, 44, 73, 74. ഓക്കെ, 42, 44 മിനി കോൺസ്റ്റിറ്റ്യൂഷനും 44ാമത്തെ അമെൻമെൻറ്റ് റൈറ്റ് ടു പ്രോപ്പർട്ടിയും 73, 74 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും അതൊക്കെയല്ലോ. അപ്പോൾ ആ അമെൻമെൻറ്റ് പ്രത്യേകം 1-2 ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതാണ് ആ 4 എങ്കിലും, 4 അല്ല, എല്ലാം അറിയായിരിക്കുമല്ലോ. സോ അത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവാം. ദെൻ പെയിൻറ്റിങ്, മധുബനി പെയിൻറ്റിങ്സ്, അങ്ങനത്തെ കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് ഏത് സ്ഥലത്തെ ആണ്. പിന്നെ മറ്റേ നമ്മുടെ പട്ടചിത്ര സ്റ്റൈൽ ഓഫ് ആർട്ട് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒഡീഷയിലെ പട്ടചിത്ര സ്റ്റൈൽ ഓഫ് ആർട്സ്, അപ്പോൾ അതാണ് പെയിൻറ്റിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് ഏൻഷ്യൻ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. ദെൻ ആർട്ടിക്കിളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 44, 368 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റും 44ാമത്തെ അമെൻമെൻറ്റും ഒക്കെ ആർട്ടിക്കിളും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ, വെരി ഇമ്പോർട്ടൻറ്റ്. കമ്പ്യൂട്ടറിൽ എവിടെ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം കമ്പ്യൂട്ടറിലെ ടോപ്പിക്ക് വളരെ കുറവാണ് അല്ലേ. MS ഓഫീസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഷോർട്ട് കട്ട് കീസ്, അതുപോലെ ബ്രൗസർ, ഇവ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഈ ഷോർട്ട് കട്ട് കീസ് നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുക. പിന്നെ ബ്രൗസർ, ഗൂഗിൾ വെബ് ബ്രൗസേഴ്സും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് നോക്കിയിട്ട് പോവുക. കാരണം കമ്പ്യൂട്ടർ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, മറ്റ് വിഷയങ്ങളെ പോലെയല്ല. ഇപ്പോൾ ഹിസ്റ്ററി പോലെയോ പൊളിറ്റി പോലെയോ ഒന്നുമല്ല, കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, ദെൻ ജി കെയിലെ ഫെസ്റ്റിവൽസും ഡാൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫെസ്റ്റിവൽസും ഡാൻസും, പിന്നെ നമ്മുടെ ഓണത്തിൽ, കേരളത്തിൽ തന്നെ ഓണം റിലേറ്റഡ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ റിവർ സിസ്റ്റം പറയുവാണെങ്കിൽ ബ്രഹ്മപുത്ര, ഗംഗ, ബ്രഹ്മപുത്രയെ കുറിച്ച് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തെർമൽ പവർ പ്ലാന്റ്, ഇനിയുള്ള ഷിഫ്റ്റുകളിൽ ഇത് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. പക്ഷേ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, ഒന്ന് റെഫറൻസ് നോക്കിയിട്ട് പോവുക. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസ്, നമ്മുടെ 1991 ഇൻഡസ്ട്രിയൽ പോളിസീസ് ചോദിച്ചിട്ടുണ്ട്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ജനറ്റിക്സ്, ബയോളജിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജീനും ജനറ്റിക്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ബയോളജിയിലെ എൻസൈംസും അവരുടെ ആക്ഷൻസും. പെപ്സിൻ, അതിൻ്റെ എന്താണെന്ന് തോന്നുന്നു കഴിഞ്ഞൊരു ഷിഫ്റ്റിൽ ചോദിച്ചത്. പെപ്സിൻ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ അത് എൻസൈംസും അതിൻ്റെ ആക്ഷൻസും ചോദിച്ചിട്ടുണ്ട്. ജനറ്റിക്സിൽ, ബയോളജിയിൽ മറ്റേ ഗ്രിഗർ മെൻഡലിൻ്റെ അത് നോക്കിയിട്ട് പോണേ. ആ ഒരു ക്രോസ് പോളിനേഷനും സെൽഫ് പോളിനേഷനും റേഷ്യോയും ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് നോക്കിയിട്ട് പോവുക ജനറ്റിക്സിൽ. കാരണം സയൻസിൽ നമുക്ക് വെയിറ്റേജ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഫിസിക്സിൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ
ലെൻസിൻ്റെ ഫിസിക്സിൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്നും ഡൈജസ്റ്റ് ആവത്തില്ല. അത് അറിയുന്നവർ അത് നോക്കിയിട്ട് പോവുക. പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു മന്ത് നമുക്ക് സമയമുണ്ട്. ജൂൺ 13, 14 അപ്പോൾ നമുക്ക് സമയമുണ്ട്. നോക്കുന്നെങ്കിൽ നോക്കിയിട്ട് പോകാം. ഓക്കെ. ദെൻ ഓർഗനൈസേഷൻസും അതിൻ്റെ ഫൗണ്ടർമാരും നമ്മുടെ പൂന സാർവജനിക് സഭ അതെങ്ങാണ്ടാകുന്നു റീസെൻ്റ്ലി ചോദിച്ചത്. അതുപോലത്തെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ബ്രഹ്മസഭ, ബ്രഹ്മസമാജ്, അങ്ങനെ കുറേ ഏൻഷ്യൻ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ ഏൻഷ്യൻ്റ് സൗത്ത് ഇന്ത്യൻ കിങ്ഡം അതറിയാമല്ലോ. അതില്ലാതൊരു ഹിസ്റ്ററിയിലൊരു ചോദ്യമില്ല. ഏൻഷ്യൻ്റ് കിങ്ഡംസ്, മുഗൾ, ഗുപ്ത, അതെല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് പോവുക. എല്ലാവരും അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഫൈനൽ റിവിഷൻ വരുമ്പോഴത്തേക്കും ഈ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇത് മാത്രമാണോ ചോദിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അടുത്ത ഷിഫ്റ്റിൽ വേറെ ചോദ്യങ്ങൾ വരാം. പക്ഷേ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ ചോദിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് GK-യിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ജനറൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് 2025 2026 ക്വസ്റ്റ്യൻ കൂടാതെ 2024 ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് 2025-ൻ്റെയും 2026-ൻ്റെയും നന്നായിട്ട് നോക്കുക. അതിൽ തന്നെ മെയിനായിട്ട് ഗവൺമെൻറ് സ്കീംസുകൾ, ഓരോ സ്റ്റേറ്റിൻ്റെ സ്കീമുകളുണ്ട്, അത് നല്ല രീതിയിൽ നോക്കണം. ദെൻ അപ്പോയിൻമെൻ്റ് ഉള്ളത് റീസൺ ചോദിച്ചത് IRDയുടെ ചെയർമാൻ്റെ കാര്യമായിരുന്നു, അതാ ചോദിച്ചത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കൂടിനെ തന്നെ വരുന്നതാണ് ഈ നേഷൻസും അവരുടെ പ്രസിഡൻസും. റീസെൻ്റ് ആയിട്ട് ഉറുഗ്വേ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. 2025 അതൊക്കെ നടന്നിട്ടുള്ളത്. സോ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അപ്പോയിൻമെൻറ്റുകളും ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അപ്പോയിൻമെൻ്റൊക്കെ എല്ലാ ഷിഫ്റ്റുകളിലും ചോദിക്കുന്ന ഷുവർ ഷോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് മറ്റേ ബ്രിക്സ് സബ്മിറ്റ് നാറ്റോ, G7, G20 കോപ്പൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ സബ്മിറ്റുകൾ എവിടാണ് നടന്നത്, ഓക്കെ, എവിടാണ് അതിൻ്റെ വെന്യൂ ഒന്ന് നോക്കിയിട്ട് പോവുക. സബ്മിറ്റുകളുടെ വെന്യൂ ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ നൊബേൽ പ്രൈസ് 2026-ലും 2025-ൻ്റെ ഉണ്ട്. ലിറ്ററേച്ചർ, മെഡിസിൻ, ഫിസിക്സ് എല്ലാം ഉണ്ട്. അതും നോക്കിയിട്ട് പോകണം, ചോദിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ എന്താ, ഓസ്കാറും ഒന്ന് നോക്കിയിട്ട് പോവുക. നേഷൻ പ്രസിഡന്റ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡേ ആൻഡ് തീം ഇല്ലെങ്കിലും ഡേ ഒന്ന് നല്ല രീതിയിൽ നോക്കുക. എല്ലാ ഡേയ്സും ഒന്നും ഓർത്തിരിക്കത്തില്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2025 നമുക്ക് എന്തെങ്കിലും ചില ഡേയ്സ് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമായിരിക്കും അല്ലേ. എന്തെങ്കിലും ആൾക്കാർ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അതിഥികൾ ആ ഒരു ഡേയിൽ വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഡേ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ UGയിൽ അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാം ഇനിയിപ്പോൾ ജൂണിലാണ്. അപ്പം ഓൾറെഡി നിങ്ങളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പുതിയതായിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കയറി പഠിക്കാനൊന്നും പറയുന്നില്ല. ബട്ട് ഗ്രൂപ്പ് ഡി നമുക്ക് ഇനിയുള്ളത് UG കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി ആണ്. സോ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RRB NTPCയുടെ കംപ്ലീറ്റ് ബാച്ച് 2026-27 വേണ്ടിയിട്ട് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സോ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയുടെ സെപ്പറേറ്റ് കോഴ്സുകളും ഉണ്ട്. ഇനി അടുത്ത വർഷത്തെ NTPC ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതായത് ഈ വർഷം 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉടനെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ബാച്ച് ഉണ്ട്. സോ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ UGക്ക് ഇനി പഠിക്കാൻ 1 മന്ത് സമയമുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോക്കുക. ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ അതിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാൻ നിൽക്കരുത്, സമയം കിട്ടത്തില്ല. ഇപ്പോഴേ തന്നെ നോക്കുക. ഇനിയിപ്പം ഉടനെ തന്നെ കാണാം, ചാൻസ് ഉണ്ട്. ഓക്കെ. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.